morning. Good morning. എല്ലാവർക്കും പ്രഭാതവന്ദനങ്ങൾ. It's a great privilege for me to be here to share from God's word. ഇന്ന് വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനായിട്ട് എനിക്ക് ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. The text that I've chosen to speak from today is Genesis chapter 29. ഇന്ന് നമ്മൾക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 29-ാമത്തെ അധ്യായമാണ്. Verses 31 through chapter 30 verse 24. 29-ന്റെ 31 മുതൽ 30-ന്റെ 30 verse 24. 24-ാമത്തെ വാക്യം വരെയാണ്. 29-ന്റെ 31 മുതൽ 30-ന്റെ 24-ാമത്തെ വാക്യം വരെ. ലേയ അനിഷ്ടയെന്ന് യഹോവ കണ്ടപ്പോൾ അവളുടെ ഗർഭത്തെ തുറന്നു. റാഹേലോ മച്ചിയായിരുന്നു. ലേയ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. യഹോവ എൻ്റെ സങ്കടം കണ്ടു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കും എന്ന് പറഞ്ഞ് അവൾ അവന് രൂബേൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഞാൻ അനിഷ്ട എന്ന് യഹോവ കേട്ടതുകൊണ്ട് ഇവനെയും എനിക്ക് തന്നു എന്ന് പറഞ്ഞ് അവന് ശിമിയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഈ സമയം എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചുവല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് ലേവി എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവൾ അവന് യഹൂദ എന്ന് പേരിട്ടു. പിന്നെ അവൾക്ക് പ്രസവം നിന്നു. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ടു. യാക്കോബിനോട്, എനിക്ക് മക്കളെ തരയണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബിന് റാഹേലിനോട് കോപം ജ്വലിച്ചു. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാൻ എന്ന് പറഞ്ഞു. അതിന് അവൾ, എൻ്റെ ദാസി ബിൽഹ ഉണ്ടല്ലോ, അവളുടെ അടുക്കൽ ചെല്ലുക, അവൾ എൻ്റെ മടിയിൽ പ്രസവിക്കട്ടെ, അവളാൽ എനിക്കും മക്കൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ തൻ്റെ ദാസി ബിൽഹയെ അവന് ഭാര്യയായി കൊടുത്തു. യാക്കോബ് അവളുടെ അടുക്കൽ ചെന്നു. ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു മകനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ, ദൈവം എനിക്ക് ന്യായം നടത്തി എൻ്റെ അപേക്ഷ കേട്ട് എനിക്കൊരു മകനെ തന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ദാൻ എന്ന് പേരിട്ടു. റാഹേലിൻ്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് 2ാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോർ പൊരുതി ജയിച്ചു മരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞ് അവന് നഫ്താലി എന്ന് പേരിട്ടു. തനിക്ക് പ്രസവം നിന്നുപോയി എന്ന് ലേയ കണ്ടപ്പോൾ തൻ്റെ ദാസി സിൽപ്പിയെ വിളിച്ച് അവളെ യാക്കോബിന് ഭാര്യയായിട്ട് കൊടുത്തു. ലേയയുടെ ദാസി സിൽപ്പ യാക്കോബിനൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ ഭാഗ്യം എന്ന് പറഞ്ഞ് അവന് ഗാദ് എന്ന് പേരിട്ടു. ലേയയുടെ ദാസി സിൽപ്പ യാക്കോബിന് 2ാമതൊരു മകനെ പ്രസവിച്ചു. ഞാൻ ഭാഗ്യവതി, സ്ത്രീകൾ എന്നെ ഭാഗ്യവതി എന്ന് പറയുമെന്ന് ലേയ പറഞ്ഞ് അവന് ആശേർ എന്ന് പേരിട്ടു. ഗോതമ്പ് കൊയ്ത്ത് കാലത്ത് രൂബേൻ പുറപ്പെട്ട് വയലിൽ ദൂതായിപ്പഴം കണ്ട് തൻ്റെ അമ്മയായ ലേയയുടെ അടുക്കൽ കൊണ്ടുവന്നു. റാഹേൽ ലേയയോട്, നിൻ്റെ മകൻ്റെ ദൂതായിപ്പഴം കുറെ എനിക്ക് തരയണം എന്ന് പറഞ്ഞു. അവൾ അവളോട്, നീ എൻ്റെ ഭർത്താവിനെ എടുത്തത് പോരായോ, എൻ്റെ മകൻ്റെ ദൂതായിപ്പഴവും കൂടെ വേണമോ എന്ന് പറഞ്ഞതിന് റാഹേൽ, ആകട്ടെ, നിൻ്റെ മകൻ്റെ ദൂതായിപ്പഴത്തിന് വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ശയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വരുമ്പോൾ ലേയ അവനെ എതിരേറ്റ് ചെന്നു. നീ എൻ്റെ അടുക്കൽ വരേണം, എൻ്റെ മകൻ്റെ ദൂതായിപ്പഴം കൊണ്ട് ഞാൻ നിന്നെ കൂലിക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് രാത്രി അവൻ അവളോടുകൂടെ ശയിച്ചു. ദൈവം ലേയയുടെ അപേക്ഷ കേട്ടു. അവൾ ഗർഭം ധരിച്ച് യാക്കോബിന് 5ാമതൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ ലേയ, ഞാൻ എൻ്റെ ദാസിയെ എൻ്റെ ഭർത്താവിന് കൊടുത്തതുകൊണ്ട് ദൈവം എനിക്ക് കൂലി തന്നു എന്ന് പറഞ്ഞ് അവന് ഇസഗാർ എന്ന് പേരിട്ടു. ലേയ പിന്നെയും ഗർഭം ധരിച്ചു. യാക്കോബിന് 6ാമതൊരു മകനെ പ്രസവിച്ചു. ദൈവം എനിക്ക് ഒരു നല്ല ദാനം തന്നിരിക്കുന്നു, ഇപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോടുകൂടെ വസിക്കും, ഞാൻ അവന് 6 മക്കളെ പ്രസവിച്ചുവല്ലോ എന്ന് ലേയ പറഞ്ഞ് അവന് സെബൂലൻ എന്ന് പേരിട്ടു. അതിൻ്റെ ശേഷം അവൾ ഒരു മകളെ പ്രസവിച്ചു. അവൾക്ക് ദീന എന്ന് പേരിട്ടു. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവനെ യോസേഫ് എന്ന് പേരിട്ടു. Chuck Feeney was a very wealthy man in the US. He was a billionaire.
ചെക്ക് ഫീനി എന്ന വ്യക്തി അമേരിക്കയിലുണ്ടായിരുന്ന ഒരു കോടീശ്വരനായിരിക്കുന്ന വ്യക്തിയായിരുന്നു. And he was a very generous man. He used to help a lot of people and institutions that were struggling financially. വളരെ ഔദാര്യവാനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു താൻ പല വ്യക്തികൾക്കും അതുപോലെ പല സംഘടനകൾക്കും ഒക്കെ വളരെ ഔദാര്യമായിട്ട് അവരെ സഹായിക്കുകയും ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നൊരു വ്യക്തിയായിരുന്നു ചെക്ക് ഫീനി. And there was this medical college in San Francisco that was going through a lot of financial trouble, and they asked Chuck Feeney for money. അപ്പോൾ സാൻ ഫ്രാൻസിസ്കോയിലുള്ള ഒരു മെഡിക്കൽ കോളേജ് അവർ വളരെയധികം സാമ്പത്തികമായിരിക്കുന്ന പ്രയാസത്തിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അവർ ഈ ചെക്ക് ഫീനിയോട് സഹായം അഭ്യർത്ഥിച്ചു. But Chuck Feeney did not give them money immediately. He said, just wait. എന്നാൽ താൻ ഉടനെ അവരുടെ അപേക്ഷ കേട്ട് അവർക്ക് ആവശ്യമായിരിക്കുന്ന സാമ്പത്തിക സഹായം നൽകിയില്ല, വെയിറ്റ് ചെയ്യുക എന്ന് താൻ അവരോട് പറഞ്ഞു. Then the situation got worse. അപ്പോൾ അവരുടെ സാമ്പത്തികമായിരിക്കുന്ന സ്ഥിതി വീണ്ടും രൂക്ഷമായി തീർന്നു, അത് ബുദ്ധിമുട്ടുള്ളതായി തീർന്നു. And finally the situation at the medical college became so bad that they had to declare bankruptcy. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് അധികം നാൾ പോകുവാൻ സാധിക്കാത്ത ഒരു സിറ്റുവേഷൻ അവർക്ക് വന്നു. അങ്ങനെ അവർ സാമ്പത്തികമായിരിക്കുന്ന പരാധീനതയിൽ വന്ന് ഒരു പാപ്പർ ആയി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവർ വന്നു. But just at that moment when they declared bankruptcy at their lowest point, that's when Chuck Feeney said, okay, I will give you money now. എന്നാൽ അവർ തീർത്തും കടത്തിൽ മുങ്ങി അവരുടെ കടങ്ങളെല്ലാം ആ രീതിയിൽ ഒരു പാപ്പരത്വത്തിലേക്ക് വരുന്നതായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ചെക്ക് ഫീനി പറഞ്ഞു, ഇപ്പോൾ ഞാൻ നിങ്ങളെ സഹായിക്കും. And he gave them hundreds of millions of dollars. താൻ അവർക്ക് അവരുടെ പ്രശ്നത്തിൽ നിന്ന് കരകയറുവാൻ ആവശ്യമായിരിക്കുന്ന നൂറുകണക്കിന് മില്യൺ ഡോളേഴ്സ് അവർക്ക് നൽകി അവരെ രക്ഷിച്ചു. And that gift transformed the university, the medical college. ആ മെഡിക്കൽ കോളേജ് ആ ഒരു സഹായം കൊണ്ട് അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ മറികടന്ന് നല്ല നിലയിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീർന്നു. So in the story here we see that God is going to do something when people are at their lowest point. അപ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു കാര്യം, ദൈവം നമ്മളുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്ന നമ്മളുടെ ഏറ്റവും പരിതാപകരമായിരിക്കുന്ന ഏറ്റവും ശോചനീയമായിരിക്കുന്ന അവസ്ഥയിൽ നാം ആയിത്തീരുമ്പോഴാണ്. In the last chapter, in the previous verses, we learned that Jacob had come to Laban's place to find a wife from among his daughters. നമുക്കറിയാം, ഇതിനു മുമ്പുള്ള അധ്യായം നമ്മൾ വായിക്കുകയാണെങ്കിൽ യാക്കോബിനെ കുറിച്ച് നമ്മൾ കാണുന്നത് താൻ പദ്ദൻആരാമിൽ തൻ്റെ അമ്മാവനായിരിക്കുന്ന ലാബാന്റെ അടുക്കലേക്ക് തനിക്കൊരു ഭാര്യയെ തേടി താൻ അവിടെ ചെല്ലുകയാണ് ചെയ്യുന്നത്. And if you know the story, you know that Rachel was beautiful and Leah was not. നമുക്ക് കഥ അറിയാം, ലാബാന് 2 പെൺമക്കളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ റാഹേൽ വളരെ മനോഹര രൂപിണിയും സുന്ദരിയുമാണെന്ന് നമ്മൾ വായിക്കുന്നു. എന്നാൽ ലേയ അത്ര സൗന്ദര്യമുള്ളവളായിരുന്നില്ല. And Laban knew that no one would be willing to marry Leah, and so he tricked Jacob into marrying her. അപ്പോൾ ഈ ലേയ അത്ര സുന്ദരിയല്ല, അവളെ ആരും ആ രീതിയിൽ മോഹിക്കുന്നില്ല, അവളെ വിവാഹം കഴിക്കാൻ ആർക്കും താല്പര്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയ ലാബാൻ അവളുടെ പിതാവ് യാക്കോബിനെ ഒരു പരിധിവരെ ചതിച്ച് അവളെ അവന് ഭാര്യയായിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. And so we see that Leah, who is the girl her father didn't want, is now married to a man who doesn't want her either. അപ്പോൾ നമ്മൾ ലിയയെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ പ്രിയമുള്ളവർ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അവൾക്ക് സൗന്ദര്യമില്ല, അവളുടെ പിതാവിന് അവളോട് താല്പര്യമില്ല, അല്ലെങ്കിൽ ആരെങ്കിലും അവളെ വിവാഹം കഴിക്കാൻ വരുമെന്നുള്ള പ്രതീക്ഷ തനിക്കില്ല. അതുകൊണ്ട് അവളെ ഒരു പുരുഷന് കൊടുക്കുകയാണ്. പക്ഷേ അവളെ വിവാഹം കഴിച്ചായിരിക്കുന്ന ആ പുരുഷനും അവളോട് യാതൊരു രീതിയിലുമുള്ള താല്പര്യമോ സ്നേഹമോ ഇല്ല എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. She becomes the girl nobody wants. അപ്പോൾ അവളെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ലേയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ആർക്കും വേണ്ടാത്ത, അല്ലെങ്കിൽ ആരാലും പരിഗണിക്കപ്പെടാത്തതായിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് താൻ തീരുകയാണ് ചെയ്യുന്നത്. So here we see a sort of love triangle where Jacob has set his heart on Rachel, but Leah is setting her heart on Jacob. നമുക്കറിയാം, നമ്മൾ ഒരു പ്രണയത്തിൻ്റെ ഒരു ത്രികോണാവസ്ഥയൊക്കെ നമ്മളിവിടെ കാണുവാനായിട്ട് സാധിക്കും. അത് ഒരു വശത്ത് യാക്കോബ് അവന് റാഹേലിനെ സ്നേഹിക്കുന്നു, എന്നാൽ യാക്കോബിനെ സ്നേഹിക്കുന്ന ആരാണ്? പൂർണ്ണമായിട്ടും യാക്കോബിനെ സ്നേഹിക്കുകയും അവന് വേണ്ടിയിട്ട് ആ രീതിയിൽ കരുതുകയും ചെയ്യുന്നത് ലേയാണ്. So in the beginning of these verses, we see that Leah is trying to gain her husband's affection through traditional family values. അപ്പോൾ നമുക്കറിയാം, ലേയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ തൻ്റെ ഭർത്താവിന് തന്നോട് സ്നേഹമുണ്ടാകണം, കരുതലുണ്ടാകണം, അല്ലെങ്കിൽ തന്നോട് പറ്റിച്ചേരണം എന്നുള്ള നിലയിൽ താൻ ആഗ്രഹിക്കുന്നത് അന്നുണ്ടായിരുന്ന ആ കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ വ്യവസ്ഥകൾക്കനുസരിച്ച് തനിക്ക് എന്തൊക്കെ ചെയ്യുവാൻ സാധിക്കുമായിരുന്നു ആ രീതിയിലെല്ലാം ചെയ്തുകൊണ്ടാണ്. So she names her first son Reuben, which means to see. Maybe my husband will see me now. അപ്പോൾ തനിക്കുണ്ടായതായിരിക്കുന്ന ആദ്യത്തെ ആ മകനെ അവന് രൂപേൻ എന്നാണ് താൻ ലേയ പേരിട്ടത് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മൾ കാണുന്നുണ്ട് ആ ഒരു പേര് താൻ ഇടുമ്പോൾ
നമ്മൾ കാണുന്നത് എൻ്റെ ഭർത്താവ് എന്നെ കാണും എന്ന് പറഞ്ഞുകൊണ്ട്, എന്നെ സ്നേഹിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രൂപേൻ എന്ന് പേരിട്ടു എന്നാണ് നമ്മൾ വായിക്കുന്നത്. And then she has another son, Simeon, which means to hear. Maybe my husband will listen to me now. ഇപ്പോൾ രണ്ടാമത്തെ ഒരു മകൻ ഉണ്ടായപ്പോൾ, ഷിമിയോൻ ഉണ്ടായപ്പോൾ, എൻ്റെ ഭർത്താവ് ഇനി എന്നെ കേൾക്കും, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ടായി. And then she had a third son, Levi, which means to be attached. And maybe my husband will be attached to me now. പ്രിയമുള്ളവരെ, തനിക്ക് ലേയയ്ക്ക് ഒരു മൂന്നാമതൊരു മകൻ ഉണ്ടായപ്പോൾ അവന് ലേവി എന്ന് പേരിടുവാൻ തന്നെ പ്രേരിപ്പിച്ച വികാരം ഇപ്പോൾ ഒരു പക്ഷേ ഈ മൂന്നാമത്തെ മകനും എന്നിൽ കൂടി ഉണ്ടായപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറ്റിച്ചേരും, എന്നോട് കൂടുതൽ അടുത്ത് ചേർന്നിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് താൻ അവന് ലേവി എന്ന് പേരിട്ടത്. You know, back in those days, having children, especially sons, would earn the woman a lot of honor in the നമുക്കറിയാം, society. പുരാതന കാലങ്ങളിൽ ഒരു സ്ത്രീ ഗർഭം ധരിച്ച് ആൺമക്കളെ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ അവൾക്ക് സമൂഹത്തിൽ ഒരു നിലയും വിലയും കിട്ടുവാനായിട്ട് മതിയായതായിരിക്കുന്ന ഒരു കാര്യമാണ് അനേക ആൺമക്കൾ തനിക്കുണ്ടായിരിക്കുക എന്നുള്ളത്. So Leah thought to herself, if I have a lot of sons, maybe my husband will see me, hear me, be attached to me. അപ്പോൾ ലേയ ചിന്തിച്ച ഇപ്രകാരമായിരിക്കാം, ഒരുപക്ഷെ എന്നെ അനിഷ്ടയായിട്ടാണ് കരുതുന്നത്, എന്നോട് ആ രീതിയിൽ എൻ്റെ ഭർത്താവിന് താല്പര്യമില്ല, എന്നാൽ ഞാൻ അവന് ധാരാളം ആൺമക്കളെ പ്രസവിക്കുകയാണെങ്കിൽ എന്നെ കാണുകയും എന്നെ കേൾക്കുകയും എന്നോട് പറ്റിച്ചേർന്നിരിക്കുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുമായിരിക്കും എൻ്റെ ഭർത്താവ് എന്നുള്ള പ്രതീക്ഷയാണ് ലേയയ്ക്കുള്ളത്. But nothing is working. എന്നാൽ നമുക്കറിയാം, അവിടെ ആ രീതിയിൽ അവൾ പ്രതീക്ഷിച്ച പോലൊന്നും കാര്യങ്ങൾ സംഭവിച്ചില്ല. At the end of it all, it says, and Jacob loved Rachel more than Leah. എന്നാൽ ഇതെല്ലാം കഴിഞ്ഞിട്ടും നമ്മൾ വായിക്കുന്നത് യാക്കോബൻ ഇപ്പോഴും പിന്നെയും കൂടുതൽ സ്നേഹം ആരോടാണ്? റാഹേലിനോട് തന്നെയാണ്. Every day is like a dagger in her heart. അപ്പോൾ ലേയുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും തൻ്റെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടുള്ള, അല്ലെങ്കിൽ തൻ്റെ ഹൃദയത്തിൽ ഒരു കത്തിക്കുത്തി ഇറങ്ങുന്നതായിരിക്കുന്ന അനുഭവത്തിൽ കൂടിയാണ് താൻ കടന്നു പോകുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതമാണ് താൻ മുന്നോട്ട് നയിക്കുന്നത്. But yet God is doing something in Leah. നമുക്കറിയാം, എന്നാൽ ദൈവം ലേയെ മറന്നു കളഞ്ഞില്ല. ദൈവം തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. You know, every time she gives birth, she is referring to the Lord. നമുക്കറിയാം, ഇവിടെ തനിക്ക് ഓരോ മക്കൾ ഉണ്ടാകുമ്പോഴും ആ മക്കളുടെ പേരുകൾ ഇടുമ്പോൾ താൻ ദൈവത്താൽ, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി എന്നുള്ള നിലയിൽ ദൈവത്തെ ഓർത്തുകൊണ്ട്, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. Yeah, she refers to Yahweh, the covenant name of God. ഇവിടെ താൻ യാഹു എന്നുള്ള പേര്, ദൈവത്തിൻ്റെ ആ ഉടമ്പടിയുടേതായിരിക്കുന്ന ആ പേര് അവിടെ വിളിച്ചുകൊണ്ട് ആ രീതിയിൽ തന്നോട് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. She says, Yahweh, I know you see my suffering, even though my husband does not see. ലേയുടെ ചിന്ത ഇങ്ങനെയായിരുന്നു, എൻ്റെ ഭർത്താവ് എൻ്റെ കഷ്ടത മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മനോവികാരങ്ങൾ മനസ്സിലാക്കുന്നില്ല എങ്കിലും എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്ന, എൻ്റെ ഭാരങ്ങൾ അറിയുന്ന ഒരു യഹോവ ഉണ്ട്, അതെനിക്കറിയാം. And it is in this state of brokenness in Leah that God sees her. പ്രിയമുള്ളവരെ, അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടുള്ള, തകർന്ന് തരിപ്പണമായിരിക്കുന്ന, അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ലേയുടെ ജീവിതത്തിൽ വലിയവനായിരിക്കുന്ന ദൈവം പ്രവർത്തിക്കുന്നത്. God sees that she is unloved, and so he shows compassion by opening her womb. നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്, ലേയ അനിഷ്ടയെന്ന് കണ്ടപ്പോൾ യഹോവ അവളുടെ ഗർഭത്തെ തുറന്നു. അവളെ ആ രീതിയിൽ കടാക്ഷിക്കുന്നതായിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. And God is keep on doing this for her first, second and third pregnancies. നമുക്കറിയാം, ആദ്യത്തെ 1, 2, 3 മക്കൾ ഉണ്ടായപ്പോൾ ദൈവം അവൾക്ക് വേണ്ടി പ്രവർത്തിച്ച് അവൾക്ക് മക്കളെ കൊടുത്ത് അവളുടെ സ്ഥിതിയെ മെച്ചപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. He's showing grace to her, but he's also trying to teach her something about being so much attached to her husband instead of God. അപ്പോൾ ഓരോ പ്രാവശ്യവും തനിക്ക് മക്കൾ ഉണ്ടാകുമ്പോൾ, മക്കളെ കൊടുക്കുമ്പോൾ ദൈവം തന്നോട് പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ തന്നെ പഠിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: നിന്റെ ആഗ്രഹവും നിന്റെ താല്പര്യവും ഇപ്പോഴും നിന്റെ ഭർത്താവിൽ തന്നെയാണ്. എന്നാൽ നിന്നെ അനുഗ്രഹിക്കുന്ന, നിനക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്തു തരുന്ന ദൈവത്തോട് നിനക്ക് പറ്റുമാനം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഭർത്താവിനേക്കാൾ ഉപരി ദൈവത്തോട് നിനക്ക് ഒരു വിധേയത്വം, അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇപ്പോൾ ലേയുടെ ആഗ്രഹം മുഴുവൻ അവളുടെ ഭർത്താവിലാണ്. And so whenever you love your wife more than you love God, or you love your husband more than God, or if you love your children more than you love God, that is idolatry. പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാൻ സാധിക്കും, നമ്മൾ ദൈവത്തെക്കാൾ ഉപരി നമ്മളുടെ ഭാര്യയെയോ, അല്ലെങ്കിൽ നമ്മുടെ മക്കളെയോ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെയോ ആരെ സ്നേഹിച്ചാലും അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമായിരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സകല ആരാധനയും സകല പുകഴ്ചയും നാം ആദ്യമായി ദൈവത്തിനാണ് കൊടുക്കേണ്ടത്. So God is continuing to show her grace
until the fourth pregnancy when her son Judah is born. അപ്പോൾ നമുക്കറിയാം ഈ ലേയോടുള്ള ബന്ധത്തിൽ വലിയവനായിരിക്കുന്ന ദൈവം വീണ്ടും തൻ്റെ കൃപകൾ അവൾക്ക് കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. തൻ്റെ നാലാമത് ഉണ്ടായതായിരിക്കുന്ന മകനായിരിക്കുന്ന യഹൂദയോടുള്ള ബന്ധത്തിൽ വരെ ദൈവം ആ രീതിയിൽ തൻ്റെ കൃപയും കരുണയും അവളോട് തുടർമാനമായി കാണിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. So when Judah is born, അവിടെ she says, "This time I will praise the Lord." ഇവിടെ യഹൂദ ഉണ്ടായപ്പോൾ, നാലാമത്തെ മകൻ ഉണ്ടായപ്പോൾ തൻ്റെ പ്രതികരണം, ലേയുടെ പ്രതികരണം നമ്മൾ കാണുന്നുണ്ട്. അവൾ പിന്നെയും ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കും എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് അവനെ യഹൂദ എന്ന് പേരിട്ടു. You notice there's no mention of her husband or children. She just praises the Lord. പ്രിയമുള്ളവർ, ഈ നാലാമത്തെ മകൻ ഉണ്ടായപ്പോൾ ഇവിടെ തൻ്റെ ഭർത്താവിനെ കുറിച്ചൊന്നും താൻ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ആദ്യത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും മകൻ ഉണ്ടായപ്പോൾ തൻ്റെ പ്രതികരണം, എൻ്റെ ഭർത്താവ് ഇപ്പോൾ എന്നെ കാണും, എന്നെ ശ്രദ്ധിക്കും, അല്ലെങ്കിൽ എന്നെ കേൾക്കും, എന്നോട് പറ്റിച്ചേരും എന്ന് പറഞ്ഞ് അവർക്ക് പേരുകൾ ഇട്ടതായിരിക്കുന്ന ലേയ നാലാമത് തനിക്കൊരു മകൻ ഉണ്ടായപ്പോൾ ഇപ്പോൾ ഞാൻ യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ സകല മഹത്വവും വലിയവനായിരിക്കുന്ന ദൈവത്തിന് കൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. This is probably the first spiritual breakthrough of her life. ഒരുപക്ഷെ അവളുടെ ജീവിതത്തിൽ ആത്മീകമായിരിക്കുന്ന ഒരു വഴിത്തിരിവിൻ്റെ അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാടിൻ്റെ അനുഭവത്തിലേക്ക് താൻ വന്നതായിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം ഇത്. So God sees her brokenness. He keeps giving her children until she realizes that she can find her joy in God, even if she is unloved. പ്രിയമുള്ളവരെ, താൻ അനിഷ്ടയാണ് എന്ന് മനസ്സിലാക്കിയതായിരിക്കുന്ന ലേയ തനിക്ക് ഓരോ പ്രാവശ്യം മക്കളുണ്ടാകുമ്പോഴും ഭർത്താവ് തന്നോട് കൂടുതൽ സ്നേഹം തരും, അല്ലെങ്കിൽ തന്നെ ശ്രദ്ധിക്കും, തന്നെ കരുതുമെന്ന് വിചാരിച്ച് ആ രീതിയിൽ പിന്നെയും നിരാശപ്പെട്ടതായിരിക്കുന്ന ലേയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. നാലാമത് തനിക്കൊരു മകനുണ്ടായപ്പോൾ വലിയവനായിരിക്കുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുകയും അവനിൽ പൂർണ്ണമായി സമർപ്പിക്കുകയും അവനിൽ ശരണപ്പെടുകയും ചെയ്യേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി ലേയ ആ രീതിയിൽ ദൈവത്തിങ്കിലേക്ക് തിരിയുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. But then the chapter ends with a statement, then Leah stopped having children. അവിടെ ആ 29-ാം അധ്യായം നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ വായിക്കുന്നത് പിന്നെ അവൾക്ക് പ്രസവം നിന്നു എന്നാണ്. Did God close her womb? അവിടെ യഹോവ അവളുടെ ഗർഭം അടച്ചു കളഞ്ഞതാണോ? No. അങ്ങനെ നമ്മൾ കരുതുവാൻ ന്യായമില്ല. No, something else is happening which we'll discover in the next section. അപ്പോൾ എന്തുകൊണ്ടാണ് അവൾക്ക് പ്രസവം നിന്നു പോയത് എന്നുള്ളതിൻ്റെ കാരണം ഒരുപക്ഷെ നമ്മൾ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. But what I want you to see here is that God's blessing is flowing to Leah as a response to her brokenness. ഇവിടെ ദൈവം തൻ്റെ ആ ലേയോടുള്ള ബന്ധത്തിൽ തൻ്റെ അനുഗ്രഹങ്ങൾ അവളുടെ മേൽ ചൊരിഞ്ഞത്, തനിക്ക് മക്കളെ നൽകിയത് അവളുടെ പരിതാപകരമായിരിക്കുന്ന അവസ്ഥ കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അവൾ അനിഷ്ടയാണ് എന്ന് കണ്ടപ്പോഴാണ് ദൈവം അവളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയത്. God is drawn to broken people. That's his nature. പ്രിയമുള്ളവരെ, നമ്മൾക്കറിയാം വലിയവനായിരിക്കും നമ്മുടെ ദൈവം, ഉന്നതനായിരിക്കും നമ്മുടെ ദൈവം ഏറ്റവും എളിയ അവസ്ഥയിൽ, ഏറ്റവും പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിൽ, ഏറ്റവും ശോചനീയമായിരിക്കുന്ന അവസ്ഥയിലായിരിക്കുന്ന ആളുകളെ പരിഗണിക്കുന്നു, അവരുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നു. തൻ്റെ ആ ഒരു സ്വഭാവം അതാണ്, താൻ ആ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. And then in chapter 30 we get to Rachel and her response. ഇവിടെ താൻ 30-ാം അധ്യായത്തിലെ തുടക്കത്തിൽ ലേയോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ 30-ന്റെ അധ്യായം തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് ഇതിനോടുള്ള ബന്ധത്തിൽ റാഹേലിന്റെ പ്രതികരണമാണ്. Verse 1 it says that she becomes envious of her sister. ഇവിടെ നമ്മൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ കാണുമ്പോൾ റാഹേൽ അസൂയപ്പെടുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. തൻ്റെ സഹോദരിയോട് അസൂയപ്പെടുന്നു. You know, envy is the root cause of what will follow in the rest of the story. നമുക്കറിയാം തൻ്റെ ഉള്ളിലുണ്ടായതായിരിക്കുന്ന, തൻ്റെ മനസ്സിലുണ്ടായതായിരിക്കുന്ന അസൂയയിൽ നിന്ന് ഉളവായതായിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു തുടർമാനമായിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ ആ 30-ാം അധ്യായത്തിൽ മുഴുവനും കാണുവാനായിട്ട് പോകുന്നത്. Have you ever been envious of someone? പ്രിയമുള്ളവർ, നമുക്ക് ആരോടെങ്കിലും അസൂയുണ്ടോ? So whenever you're envious, this phrase is always repeated. It should have been me. നമ്മൾ ആരോടെങ്കിലും അസൂയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അസൂയ തോന്നുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഹൃദയത്തിൽ വരുവാൻ സാധ്യതയുള്ള ഒരു ചിന്ത ഇതാണ്, അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ആകേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ആ നന്മ എനിക്കായിരുന്നു ലഭിക്കേണ്ടിയിരുന്നത്, ആ അനുഗ്രഹം എനിക്കായിരുന്നു കിട്ടേണ്ടിയിരുന്നത്. Yeah, it should have been me having children. എനിക്കായിരുന്നു ആ മക്കളെ ലഭിക്കേണ്ടിയിരുന്നത്. It should have been me getting that promotion. എനിക്കായിരുന്നു ആ ഒരു പ്രൊമോഷൻ ലഭിക്കേണ്ടിയിരുന്നത്. It should have been me getting married. ഞാൻ എൻ്റെ വിവാഹമായിരുന്നു നടക്കേണ്ടിയിരുന്നത്. It should have been me with a beautiful spouse. എനിക്കായിരുന്നു ആ സൗന്ദര്യമുള്ള ആ ഒരു പങ്കാളിയെ ലഭിക്കേണ്ടിയിരുന്നത്. It should have been me with a bigger church for pastors or people in this. ഒരു പക്ഷേ പാസ്റ്റർമാർ ഇങ്ങനെ പറയുവാൻ സാധ്യതയുണ്ട്, എനിക്കായിരുന്നു ആ വലിയ സഭയുടെ ആ പാസ്റ്റർഷിപ്പ് അല്ലെങ്കിൽ അതിൻ്റെ ആ കർത്തൃത്വം കിട്ടേണ്ടിയിരുന്നത്. Envy is the way you identify your own goodness.
പ്രിയമുള്ളവരെ, അസൂയ എന്ന് പറയുന്നത് നമ്മളുടെ മുമ്പിൽ നമ്മൾ കാണുന്ന നന്മയോടുള്ള ബന്ധത്തിൽ നമ്മൾ അനുരൂപപ്പെടുന്ന താതാത്മ്യപ്പെടുന്നതായിരിക്കുന്ന ഒരു വികാരമാണ്. So if you see your main identity as a student, then you'll be envious of students who get higher marks than you. നമുക്കറിയാം, നമ്മൾ ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലാണ് നമ്മളുടെ ഒരു ഐഡന്റിറ്റി അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആ രീതിയിലുള്ള സ്വത്വം നമ്മൾ കരുതുന്നത് എങ്കിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആയിരിക്കണം ആയിരിക്കും എപ്പോഴും നമ്മുടെ ചിന്ത. You're not going to envy the athlete or the musician. നമുക്കറിയാം, ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയോടാണ് അപ്പോൾ നമ്മൾക്ക് അസൂയ തോന്നുന്നത്. ഒരിക്കലും സ്പോർട്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മ്യൂസിക്കിൽ പെർഫോം ചെയ്യുന്ന ഒരാളെ കുറിച്ച് നമുക്ക് അത്രയും അസൂയ തോന്നത്തില്ല. നമ്മളെക്കാൾ ഉയർന്ന മാർക്ക് മേടിക്കുന്ന ഒരാളോടാണ് വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളുടെ അസൂയ ഉണ്ടാകുന്നത്. You know, when I was in high school, I saw my main identity as being that of a student, a good student. ഞാൻ ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലുള്ള ഒരു ഐഡന്റിറ്റി ആയിരുന്നു ഞാൻ മനസ്സിൽ കൊണ്ടു നടന്നിരുന്നത്. So, you know, I was always in the top 5 in my class, but no matter how hard I studied, Prakash Women would always beat me. അപ്പോൾ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ആദ്യത്തെ 5 വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. പക്ഷേ ഞാൻ എത്രയൊക്കെ ശ്രമിച്ചാലും പ്രകാശ് ഉമ്മൻ എന്ന് പറയുന്ന എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥിയേക്കാൾ ഉയർന്ന മാർക്ക് മേടിക്കുവാനായിട്ട് എനിക്ക് ഒരിക്കലും സാധിച്ചിരുന്നില്ല. അവനായിരുന്നു എപ്പോഴും ടോപ്പർ. This is being recorded, right? Yes. Prakash, I'm sorry, but I envied him in that moment. I said, ഈ പ്രകാശിനോട് എനിക്ക് വളരെയധികം അസൂയ തോന്നിയിരുന്നു. കാരണം അവൻ എന്നേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കുന്നുണ്ട്. If you see your main identity as that of being a mother, then you'll be envious of other mothers' children who behave better and succeed better in life. പ്രിയമുള്ളവരെ, ഒരു മാതാവ് എന്നുള്ളതാണ് നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നിങ്ങളെക്കാൾ നല്ലതായിരിക്കുന്ന മക്കളുള്ള അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന മക്കളുള്ള സൗന്ദര്യമുള്ള മക്കളുള്ള മറ്റ് മാതാക്കളോട് സ്വാഭാവികമായിട്ടൊരു അസൂയ നിങ്ങൾക്ക് തോന്നുവാനുള്ള സാധ്യതയുണ്ട്. If you see your main identity as being young and beautiful, you're going to be envious of a younger and more beautiful person. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു യൗവനക്കാരൻ എന്നുള്ള നിലയിലാണ് നമ്മളെ തന്നെ താതാത്മ്യപ്പെടുത്തുന്നത് എങ്കിൽ നമ്മളെക്കാൾ സൗന്ദര്യമുള്ള കഴിവുകളുള്ള മറ്റ് യൗവനക്കാരോട് നമ്മൾക്ക് അസൂയ തോന്നുവാനായിട്ടുള്ള അവസരമുണ്ട്. Yeah, so Rachel here, she's seeing her identity as being that of a mother, a future mother. പ്രിയമുള്ളവർ, ഇവിടെ റാഹേല് തന്നെ താതാത്മ്യപ്പെടുത്തുന്ന ഒരു മാതാവിനോടാണ്. താനായിരുന്നു ആ മാതൃത്വം വഹിക്കേണ്ടിരുന്നത്, തനിക്കായിരുന്നു മക്കൾ ഉണ്ടാകേണ്ടിയിരുന്നത്. And so she wants to be a mother at all costs, and that's why she's so envious of Leah, because she's already a mother. നമുക്കറിയാം, ഇവിടെ തൻ്റെ ഹൃദയത്തിലുണ്ടായതായിരിക്കുന്ന ഒരു അസൂയ, തനിക്കൊരു മാതാവാകാൻ സാധിക്കുന്നില്ലല്ലോ, എന്നാൽ തൻ്റെ സഹോദരിയായിരിക്കുന്ന ഇതിനോടകം ഒരു മാതാവായി കഴിഞ്ഞിരിക്കുന്നു, തനിക്കായിരുന്നു ആ സ്ഥാനം കിട്ടേണ്ടിയിരുന്നത്, തനിക്കായിരുന്നു മക്കൾ ഉണ്ടാകേണ്ടിയിരുന്നത് എന്നുള്ള ചിന്തയും അസൂയയും അവളെ ഭരിക്കുവാനായിട്ടിടയായിത്തീർന്നു. So what does she do? She blames her husband for her infertility. അപ്പോൾ നമുക്കറിയാം, താൻ എന്താണ് അതിൻ്റെ പ്രതികരണമായിട്ട് പറയുന്നത്? താൻ തൻ്റെ ഭർത്താവിനെ അവിടെ കുറ്റപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഭർത്താവിനോട് താൻ ആ രീതിയിൽ കോപിച്ച് സംസാരിക്കുന്നു. Give me sons or I will die. ഇവിടെ നമ്മൾ വായിക്കുന്ന വാക്യം ഇതാണ്: താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ല എന്ന് റാഹേൽ കണ്ട് തൻ്റെ സഹോദരിയോട് അസൂയപ്പെട്ട് യാക്കോബിനോട് എനിക്ക് മക്കളെ തരണം, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും എന്ന് പറഞ്ഞു. In India we see this a lot, especially in the villages. നമുക്കറിയാം, ഇന്ത്യയിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ രാജ്യത്ത് പൊതുവായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധ്യതയുള്ള ഒരു ചിത്രമാണിത്. മക്കളില്ലാതായിരിക്കുന്ന ഒരു ദമ്പതികളോടുള്ള ബന്ധത്തിൽ, പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഈ ഒരു പ്രശ്നം വളരെയധികം കൂടുതലാണ്. Yeah, if the husband and wife cannot have children, everyone will blame the wife. ഓക്കെ, അപ്പോൾ കുട്ടികളില്ല എങ്കിൽ ആളുകൾ പൊതുവെ ഭാര്യയാണ് കുറ്റപ്പെടുത്തുന്നത്. But of course now she's blaming the husband. ഇപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? റാഹേല് തൻ്റെ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു. എനിക്ക് മക്കളെ തരണമെന്ന് പറഞ്ഞ് തൻ്റെ ഭർത്താവിനോട് അവൾ കയർത്ത് സംസാരിക്കുന്നു. Notice, she doesn't want just one child. She wants sons. Give me sons. അവിടെ എനിക്കൊരു മകനെ തരണം, ഒരു മകനെ എന്നുള്ള നിലയിലല്ല താൻ പറയുന്നത്. എനിക്ക് മക്കളെ തരണം, എൻ്റെ സഹോദരിയേക്കാൾ ഉപരിയായിട്ട് എനിക്ക് മക്കളുണ്ടാകണം. Why does she want sons? Because Leah already has 4 sons. She wants 5 sons at least. അപ്പോൾ തൻ്റെ സഹോദരി ലേയയ്ക്ക് ഇപ്പോൾ 4 മക്കളുണ്ട്, തനിക്ക് 5 മക്കളെയെങ്കിലും തരണം എന്നുള്ള നിലയിലാണ് താൻ യാക്കോബിനോട് ആവശ്യപ്പെടുന്നത്. If you don't give me 5 sons, I'll kill myself. അപ്പോൾ എനിക്ക് 5 മക്കളുണ്ടായാലേ ഞാൻ എന്നെ തന്നെ കൊന്നുകളയും എന്നുള്ള ഒരു ഭീഷണിയാണ് താൻ അവിടെ മുഴക്കുന്നത്. Jacob responds very angrily. Who am I? Why are you talking to me like this? നമുക്കറിയാം, യാക്കോബിനോടുള്ള ബന്ധത്തിൽ തനിക്ക് എന്താണ് അതിന് മറുപടി പറയാനുള്ളത്? യാക്കോബ് വളരെ കോപത്തോടെ അവളോട് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. നിനക്ക് ഗർഭഫലം തരാതിരിക്കുന്ന ദൈവത്തിൻ്റെ സ്ഥാനത്തോ ഞാനെന്ന് പറഞ്ഞ് അവളോട് കോപിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു.
And so, but Rachel is determined. She wants that blessing no matter what she needs to do. പ്രിയമുള്ളവരെ, ഇവിടെ റാഹേൽ തനിക്ക് മക്കളില്ല എന്നുള്ള കാര്യത്തിൽ പരിഭവപ്പെടുകയും അസൂയപ്പെടുകയും ചെയ്യുന്നു. തൻ്റെ ഭർത്താവിനോട് കയർക്കുന്നു. ഭർത്താവിന് അതിന് പ്രത്യേകമായ സൊല്യൂഷൻസ് ഒന്നും പറയുവാനില്ല, ആ രീതിയിൽ തനിക്കൊരു നിർദ്ദേശം തരുവാനില്ല. എന്നാൽ റാഹേലിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവൾ നിശ്ചയിച്ച് ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്, തനിക്ക് ഏത് രീതിയിലും മക്കളുണ്ടായേ തീരുകയുള്ളൂ. And so her next strategy is to do something that society has no problem with, but which God does not approve. അപ്പോൾ ഇതിനെ മറികടക്കുവാനായിട്ട് തൻ്റെ ബുദ്ധിയിൽ താൻ കണ്ടുപിടിച്ചതായിരിക്കുന്ന ഒരു ഉപായം എന്ന് പറയുന്നത് അന്നത്തെ സമൂഹത്തിൽ ആളുകൾ അംഗീകരിച്ചതായിരിക്കുന്ന ഒരു കാര്യം, എന്നാൽ ദൈവം അംഗീകരിച്ചിട്ടില്ലാത്തതായിരിക്കുന്ന ഒരു വഴി തിരഞ്ഞെടുക്കുവാനായിട്ടാണ് റാഹേൽ ഒരുങ്ങിയത്. So she's trying to get God's blessings through sinful yet socially accepted practices. അപ്പോൾ ദൈവത്തിൻ്റെ ദാനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം, മക്കൾ എന്നുള്ള ദൈവത്തിൻ്റെ ദാനം ലഭിക്കുവാനായിട്ട് ഒരുപക്ഷെ സമൂഹം അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ദൈവം തെറ്റാണ് എന്ന് പറഞ്ഞിരിക്കുന്ന, ദൈവം അംഗീകരിക്കാത്ത ആയതായിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു വഴിയിൽ കൂടി തനിക്ക് മക്കളെ ഉളവാക്കുവാനായിട്ട് താൻ തുനിയുകയാണ്. She says, okay, sleep with Bilhah. അപ്പോൾ താൻ പറയുകയാണ്, എൻ്റെ ദാസി ബിൽഹയുണ്ടല്ലോ, നീ അവളുടെ അടുക്കൽ ചെല്ലുക, അവളോടൊപ്പം ശയിക്കുക. Does this sound familiar? ഈ ഒരു വാക്യം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? It's almost the exact same thing that Sarah said to Abraham. പ്രിയമുള്ളവരെ, കുറച്ച് പുറകോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ യാക്കോബിൻ്റെ വല്യപ്പനായിരിക്കുന്ന അബ്രഹാമിനോട് തൻ്റെ വല്യമ്മ സാറ പറഞ്ഞതായിരിക്കുന്ന അതേ വാചകങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇവിടെ റാഹേൽ പറയുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കുന്നത്. So Jacob sleeps with her and Bilhah gets pregnant, she has a son. റാഹേൽ പറഞ്ഞതായിരിക്കുന്ന നിർദ്ദേശം യാക്കോബ് ചെവിക്കൊണ്ടു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. താൻ ആ ബിൽഹയുടെ അടുക്കലേക്ക് പോയി, അവൾക്കൊരു മകനുണ്ടായി. And so Rachel names him Dan, which means to judge, or it could also mean to be vindicated. ഇവിടെ ആ ഒരു മകന്, ബിൽഹയിൽ കൂടെ തനിക്കൊരു മകനുണ്ടായപ്പോൾ റാഹേൽ അവനെ എന്താണ് പേര് വിളിക്കുന്നത്? അവളെ പേരിട്ടത് ദാൻ എന്നാണ്. ആ പേരിൻ്റെ അർത്ഥം ന്യായം വിധിക്കുക അല്ലെങ്കിൽ ന്യായവിധി എന്നുള്ളതാണ്. ഞാൻ എൻ്റെ സഹോദരിയെ ന്യായം വിധിച്ചിരിക്കുന്നു എന്നുള്ള നിലയിലുള്ള ഒരു പ്രസ്താവനയാണ് ഈ മകൻ്റെ പേരിൽ കൂടി റാഹേൽ പറയുന്നത്. In other words, when she had Dan, she was saying to Leah, I win. അപ്പോൾ അവൾ തന്നെ ലേയോട് പറയുകയാണ്, നോക്ക്, ഞാൻ നിന്നോട് മത്സരിച്ച് ജയിച്ചിരിക്കുകയാണ് ഇപ്പോൾ. And so Bilhah conceives a second time and she calls him Naphtali, which means wrestlings. ഇവിടെ അതുപോലെ തന്നെ റാഹേലിൻ്റെ ദാസി ബിൽഹ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് രണ്ടാമതൊരു മകനെ പ്രസവിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ സഹോദരിയോട് വലിയൊരു പോർപ്രതി ജയിച്ചുമിരിക്കുന്നു എന്ന് റാഹേൽ പറഞ്ഞവന് നഫ്താലി എന്ന് പേരിട്ടു എന്ന് നമ്മൾ വായിക്കുന്നു. She says, she names him wrestlings because she said, I've wrestled with God. He said, the actual word is Naphtali Elohim. I've wrestled with God and therefore I've wrestled with Leah and I won again. അപ്പോൾ ഇവിടെ നഫ്താലി എന്നുള്ള പേര് താൻ ഇട്ടപ്പോൾ അതിൻ്റെ മൂലമായിരിക്കുന്ന ആ പേരിൻ്റെ അർത്ഥം നഫ്താലി എലോഹി, അല്ലെങ്കിൽ ദൈവത്തോട് മല്ല് പിടിച്ചു, ഞാൻ ജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ അതിൽ കൂടി എൻ്റെ സഹോദരിയെ ഞാൻ ജയിച്ചിരിക്കുന്നു, അവളോട് കുസ്തി പിടിച്ച് ജയിച്ചിരിക്കുന്നു എന്നുള്ളൊരു പ്രസ്താവനയാണ് റാഹേൽ ഇവിടെ പറയുന്നത്. So now it's 4 for Leah, 2 for Rachel. ഇപ്പോൾ നമ്മൾ ടാലി നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിൽക്കുന്നത്? 4 ആൺമക്കള് ലേയ്ക്കുണ്ടായിരിക്കുന്നു, 2 മക്കള് റാഹേലിനുണ്ടായിരിക്കുന്നു. So Leah says, oh, you think you're the only one who can do like that? അപ്പോൾ ലേയുടെ പ്രതികരണം എന്താണ്? ലേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ലേ വിചാരിച്ചാ ഇവക്ക് മാത്രമേ ഈ പരിപാടി നടക്കുകയുള്ളൂ, ഇവളെ കൊണ്ട് മാത്രമേ ഈ കാര്യം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ, എനിക്കും അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. 1 minute. Zilpah, come here. തൻ്റെ ദാസിയായിരിക്കുന്ന സിൽപ്പയെ അവൾ വിളിക്കുകയാണ്, സിൽപ്പ നീ ഇങ്ങോട്ട് വാ. So Zilpah does the same thing and then she has 2 children, Gad and Asher. നമുക്കറിയാം, അവള് ലേയ തൻ്റെ ദാസിയായിരിക്കുന്ന സിൽപ്പയുടെ അടുക്കലേക്ക്, സിൽപ്പയെ യാക്കോബിൻ്റെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. അവളിൽ കൂടി യാക്കോബിന് വീണ്ടും 2 ആൺമക്കളെ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണുന്നു. Gad means happy. I'm fortunate. Look at me, I'm blessed. And Asher, I'm happy. ഇവിടെ നമ്മൾ ഗാദ് എന്ന ആദ്യത്തെ മകൻ്റെ പേരിൻ്റെ അർത്ഥമായിട്ട് നമ്മൾ കാണുന്ന ഭാഗ്യം അല്ലെങ്കിൽ ഐശ്വര്യം എന്നൊക്കെയുള്ള വാക്കാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. Both sisters are claiming that they're winning at this point. ഇവിടെ ഈ 2 സഹോദരിമാരും പറയുന്നത് ഞാൻ ജയിച്ചു, ഞാൻ വിജയിച്ചു എന്നുള്ള കാര്യമാണ്. But notice, for these 4 birds, these last 4 birds, God is silent. He's not saying anything. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം, ഈ അവസാനം ഉണ്ടായതായിരിക്കുന്ന ഈ 4 മക്കള്, ദാസിമാരിൽ കൂടെ ഉണ്ടായതായിരിക്കുന്ന 4 മക്കൾ ഉണ്ടായപ്പോൾ ദൈവം അതിനോടുള്ള ബന്ധത്തിൽ ഒന്നും പറയുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ദൈവം അവിടെ മൗനമാണ്. ദൈവത്തിൻ്റെ യാതൊരു രീതിയിലുമുള്ള ഇടപെടലോ സംസാരമോ നമ്മൾ ഈ വാക്യങ്ങളിൽ കാണുന്നില്ല. He does not listen, he does not remember, he does not see
when the children are born to Bilhah or Zilpah. നമുക്കറിയാം ബിൽഹയ്ക്കും സിൽപ്പയ്ക്കും മക്കളുണ്ടായപ്പോൾ ദൈവം അവിടെ ആ കാര്യത്തെക്കുറിച്ച് കാണുകയോ ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ പറയുകയോ ഒന്നും ചെയ്യുന്നതായിട്ട് നമ്മളോട് വായിക്കുന്നില്ല. Yeah, because God does not approve of using bad means to get good things. എന്തുകൊണ്ടാണ് ആ രീതിയിൽ ദൈവം മൗനമായിരുന്നത് എന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, തെറ്റായ മാർഗങ്ങൾ കൂടി ദൈവത്തിൻ്റെ അനുഗ്രഹം നേടുവാനായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ അതിന് ഒരിക്കലും ദൈവത്തിൻ്റെ അംഗീകാരം ഉണ്ടാകുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. Yeah, a lot of Christians, even in Kerala, they try to get good things like children through sinful means like IVF. നമുക്കറിയാം വിശ്വാസികളായിരിക്കുന്ന പല ആളുകൾ പോലും തങ്ങൾക്ക് മക്കളില്ലാതിരിക്കുമ്പോൾ ആ മക്കൾ എന്നുള്ള അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അവർ കൃത്രിമമായിരിക്കുന്ന ഗർഭധാരണത്തിൽ കൂടി IVF ട്രീറ്റ്മെൻറ്റ്സിലൂടെയൊക്കെ അത് നേടുവാനായിട്ട് ശ്രമിക്കാറുണ്ട്. Because in IVF they destroy the embryos that are not used. It's murder. അപ്പോൾ അങ്ങനെയുള്ള ഒരു IVF ട്രീറ്റ്മെൻറ്റിൽ നമുക്ക് അറിയുവാൻ സാധിക്കും, നമുക്ക് പ്രയോജനപ്പെടാതെ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ സാധിക്കാത്ത ഭ്രൂണങ്ങൾ നശിപ്പിച്ച് കളയുകയാണ്. അതൊരു തരത്തിൽ കൊലപാതകമായിരിക്കുന്ന ഒരു കാര്യമാണ്. Yeah, you may have gotten a child through that, but God does not approve of using bad means to get good things. ഒരു പക്ഷേ അങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾക്ക് മക്കൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതൊരിക്കലും ദൈവം അംഗീകരിച്ചതായിരിക്കുന്ന, ദൈവം അനുവദിച്ചതായിരിക്കുന്ന ഒരു പ്രക്രിയയല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. In the next few verses, we'll see Rachel once again trying to fight to get the blessings of children, but this time she'll use the science of her day. She'll use the science or superstition of her day. ഇതിന് ശേഷവും നമ്മൾ കാണുന്നത് റാഹേല് തൻ്റെ ആ ഒരു പോരാട്ടം അത് വിജയത്തിലേക്ക് എത്തിക്കുവാനായിട്ട് അല്ലെങ്കിൽ അത് പൂർത്തീകരിക്കുവാനായിട്ട് തൻ്റെ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നായിരിക്കുന്ന ശാസ്ത്രത്തെ കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ടെക്നോളജിയെ കൂട്ടുപിടിച്ച് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. So Reuben goes and gets these things called mandrakes. I don't know really what they are, but നമുക്കറിയാം, നമ്മൾ വായിക്കുന്നു റൂബേൻ ഏറ്റവും ആദ്യത്തെ മകനായിരിക്കുന്ന റൂബേൻ വയലിലേക്ക് പോയി അവിടെ ദൂതായി പഴം കണ്ട് അത് പറിച്ചുകൊണ്ട് വരുന്നു. They were most likely considered to be an aphrodisiac. അപ്പോൾ ഈ ദൂതായി പഴം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇവിടെ അധികം പരിചയമുള്ള ഒരു പഴമല്ല, എന്നാൽ പൗരസ്ത്യ നാടുകളിലൊക്കെ ഉണ്ടായിരുന്നായിരിക്കുന്ന ഒരു ഫ്രൂട്ടായിരുന്നായിരിക്കാം. അത് ഒരു പക്ഷേ നമ്മൾക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ലൈംഗിക ഉത്തേജനത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉത്തേജക ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് ഉപയോഗിക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമായിട്ട് നമ്മൾക്ക് അതിനെ കാണുവാനായിട്ട് സാധിക്കും. And different cultures have their own versions of aphrodisiacs today. Even in India, we say a lot of things. Oh, this is good for having children, like nutmeg or milk. Okay. അപ്പോൾ നമുക്കറിയാം ഓരോ സംസ്കാരങ്ങളിലും അല്ലെങ്കിൽ ഓരോ പ്രദേശങ്ങളിലും അവരുടെ ഈ പറഞ്ഞതായിരിക്കുന്ന പ്രത്യുൽപാദനത്തിന് സഹായകരമായിരിക്കുന്ന രീതിയിലുള്ള ആഹാര സാധനങ്ങൾ അതുപോലെ തന്നെ പാനീയങ്ങളൊക്കെ അവർ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യയിലും നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമ്മളുടെ പ്രത്യുൽപാദനത്തിന് നല്ലതാണ് അല്ലെങ്കിൽ ഉത്തേജകത്തിന് നല്ലതാണ് എന്ന് പറഞ്ഞ ആളുകൾ അത് ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. So Rachel wants these and she asked Leah, please give me your son's mandrakes. അപ്പോൾ ഈ രൂബേന്റെ കയ്യിൽ ഈ ദൂതായി പഴം കണ്ടപ്പോൾ റാഹേലിന് മോഹമുദിച്ചു, അവളത് എനിക്കത് കുറച്ച് വേണം എന്ന് പറഞ്ഞ് ലേയോട് ചോദിക്കുന്നതായിട്ട് നമ്മൾ കാണാം. But Leah says in verse 15, isn't it enough that you've taken my husband, now you want my son's mandrakes? അപ്പോൾ ഇവിടെ ലേയുടെ പ്രതികരണം എന്താണ് നമ്മൾ കാണുന്നത്? ലേയ തിരിച്ചവളോട് ചോദിക്കുന്നു, അവളോട് നീ എൻ്റെ ഭർത്താവിനെ എടുത്തത് പോരായോ, എൻ്റെ മകൻ്റെ ദൂതായി പഴവും കൂടെ വേണമോ എന്ന് ചോദിച്ചു. And then Rachel says, okay, he can sleep with you tonight in exchange for your son's mandrakes. അപ്പോൾ അതിന് മറുപടി റാഹേൽ എന്താണ് പറയുന്നത്? റാഹേൽ പറയുന്നു, ആകട്ടെ നിന്റെ മകൻ്റെ ദൂതായ പഴത്തിന് വേണ്ടി ഇന്ന് രാത്രി അവൻ നിന്നോടുകൂടെ ശയിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞു. So here we learn the reason why Leah stopped bearing children after Judah was born in chapter 29. അപ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഇവിടെ ഈ 29-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ യഹൂദായെ പ്രസവിച്ചു കഴിഞ്ഞിട്ട് ലേയുടെ പ്രസവം നിന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം, അതിൻ്റെ പൊരുൾ എന്താണ് എന്നുള്ളത് നമ്മൾക്ക് ഈ വാക്യം വായിക്കുമ്പോഴാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പിന്നെ യാക്കോബിനെ ഒരിക്കലും ലേയുടെ അടുക്കലേക്ക് റാഹേൽ വിട്ടിട്ടില്ല. It wasn't because God closed her womb, it was because Rachel stopped Jacob from sleeping with her. She did this out of envy. പ്രിയമുള്ളവരെ, ഈ ലേയുടെ ഗർഭം ദൈവം അടച്ചു കളഞ്ഞതുകൊണ്ടല്ല, ഗർഭപാത്രം ദൈവം അടച്ചു കളഞ്ഞതുകൊണ്ടല്ല അവളുടെ പ്രസവം നിന്നിരിക്കുന്നത്. ഒരിക്കൽ പോലും പിന്നെ യാക്കോബിനോട് ഒരുമിച്ച് ശയിക്കുവാനായിട്ട് റാഹേല് യാക്കോബിനെ അനുവദിച്ചിട്ടില്ല. ലേയോടുകൂടെ ശയിക്കുവാനായിട്ട് റാഹേല് യാക്കോബിനെ അനുവദിച്ചിട്ടില്ല. So Rachel still envies her sister, and in her envy, she takes away even the opportunity for intimacy with Jacob. പ്രിയമുള്ളവരെ, തൻ്റെ അസൂയയുടെ പാരമ്യത്തിൽ, അസൂയയുടെ ആ ഏറ്റവും കൊടിയ അവസ്ഥയിൽ അവളുടെ ഭർത്താവിനെ പോലും തനിക്ക് വിലക്കുന്നതായിരിക്കുന്ന ഒരു നിലയിലേക്ക് ലേയോടുള്ള ബന്ധത്തിൽ റാഹേൽ അവിടെ ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുവാൻ സാധിക്കും. So that's what envy does.
In order for me to win, you have to lose. പ്രിയമുള്ളവരെ, അസൂയ പ്രവർത്തിക്കുന്ന വളരെ ഭയാനകമായിരിക്കുന്ന വിധത്തിലാണ്. എനിക്ക് ജയിക്കണമെങ്കിൽ നീ പരാജയപ്പെട്ടേ മതിയാകുകയുള്ളൂ. So Rachel is saying, in order for me to win, I will win by making sure you do not sleep with Jacob, and when I sleep with Jacob, I will keep having more and more kids until I win. അപ്പോൾ എന്താണ് റാഹേലിന്റെ മനസ്സിലിരിപ്പ്? അവൾ പറയുന്നത്, ഞാൻ ജയിക്കുന്നിടം വരെയും ഒരിക്കൽ പോലും എൻ്റെ ഭർത്താവിനെ ഞാൻ നിനക്ക് വിട്ടുതരികയല്ല, നിന്നോട് കൂടെ സഹിക്കുവാനായിട്ട് അവനെ അനുവദിക്കുകയല്ല. ഞാൻ ജയിക്കുന്നിടം വരെയും എൻ്റെ ഭർത്താവിനെ ഞാൻ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കും. She was doing that for some time, and it caused Leah great pain. നമുക്കറിയാം, ഇത് വളരെ ദീർഘനാളുകളിലായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ലേയ്ക്ക് വളരെയധികം ഭാരം, പ്രയാസം മാനസികമായിട്ടുണ്ടാക്കിയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And in her pain, she says, haven't you taken enough from me? അപ്പോൾ താൻ അതിനോടുള്ള ബന്ധത്തിൽ, തൻ്റെ ആ വേദനയോടുള്ള ബന്ധത്തിൽ റാഹേലിനോട് താൻ പറയുന്നു, നീ എന്നോട് ഇത്രയും അധികം ചെയ്തത് പോരായോ? ഇനിയും എൻ്റെ മകൻ്റെ ഈ പഴം കൂടി നിനക്ക് വേണമോ എന്നുള്ള ഒരു പ്രതികരണമാണ് ഇവിടെ ലേയ നടത്തുന്നത്. And so now Rachel makes the trade. What is the trade with Leah? One night with Jacob in exchange for the mandrakes. ഇവിടെ റാഹേൽ ഈ ഒരു കാര്യം കേട്ടപ്പോൾ താൻ അവിടെ ഒരു ക്രമീകരണം നടത്തുകയാണ്, ഒരു ട്രേഡ് നടത്തുകയാണ്. താൻ പറയുന്നു, ആകട്ടെ, ഇന്ന് നിന്റെ മകൻ്റെ ഈ ദൂതായപ്പഴത്തിന് പകരമായിട്ട് യാക്കോബ് ഇന്ന് രാത്രി നിന്നോടുകൂടെ സഹിച്ചു കൊള്ളട്ടെ. Again, Rachel is doing something similar to what Jacob did with Esau. നമുക്കറിയാം, ഏശാവിനോടുള്ള ബന്ധത്തിൽ യാക്കോബ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തതായിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ റാഹേൽ ചെയ്യുവാനായിട്ട് തുനിയുന്നത്. Just like Jacob traded the stew for the birthright, now Rachel is trading one night with Jacob for the mandrakes. നമുക്കറിയാം, യാക്കോബ് എന്താണ് ചെയ്തത്? തൻ്റെ സഹോദരനിൽ നിന്ന് ജ്യേഷ്ഠാവകാശം കരസ്ഥമാക്കുവാനായിട്ട് തൻ്റെ പായസം അവന് കൊടുത്ത് അവൻ്റെ ജ്യേഷ്ഠാവകാശം താൻ കരസ്ഥമാക്കി അത് അപഹരിച്ച് കളഞ്ഞു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞതായിരിക്കുന്ന റാഹേല് ലേയയുടെ മകൻ്റെ ദൂതായപ്പഴത്തിന് പകരമായിട്ട് തൻ്റെ ഭർത്താവിനെ ഒരു രാത്രിയിലേക്ക് ലേയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. So Leah makes the trade. She's so happy and excited. She cannot even wait for him to come home. She runs out to the field. എന്നാൽ ഈ ഒരു ഇടപാട് ലേയ്ക്ക് വളരെയധികം സന്തോഷമുളവാക്കുന്നതായിരുന്നു. അവളുടെ ഭർത്താവിനെ ഒരു രാത്രിയിലേക്ക് തനിക്ക് കിട്ടുവാനായിട്ടുള്ള അവസരം അവളെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതായിരുന്നു. ഒരുപക്ഷെ ഭർത്താവ് വീട്ടിലേക്ക് എത്തുവാൻ പോലും കാത്തിരിക്കുവാൻ തയ്യാറാകാതെ ഭർത്താവിനെ എതിരേൽക്കുവാൻ വയലിലേക്ക് ഓടുന്നതായിരിക്കുന്ന ഒരു റാഹേലിനെ നമ്മളിവിടെ കാണുകയാണ് ചെയ്യുന്നത്. So Jacob comes and he doesn't say anything. He says, okay. And then he sleeps with her, and then God listens to her, and she has another child. അവിടെ നമ്മൾ കാണുന്നുണ്ട്, അന്ന് രാത്രിയിൽ യാക്കോബ് വന്ന് ലേയോടുകൂടെ സഹിച്ചു. ദൈവം ലേയുടെ അപേക്ഷ കേട്ടു. അവൾ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു മകനെ കൂടി പ്രസവിച്ചു. And so she names him Issachar. അവനെ അവൾ ഇസഖാർ എന്ന് പേരിട്ടു എന്ന് നമ്മൾ കാണുന്നു. And look at verse 19. What does it say? Then Leah conceived again and bore Jacob a sixth son. ലേയ 19-ാമത്തെ വാക്യം, ലേയ പിന്നെയും ഗർഭം ധരിച്ച് യാക്കോബിന് 6ാമതൊരു മകനെ പ്രസവിച്ചു. Wait, I thought the trade was only for one night. പ്രിയമുള്ളവരെ, നമ്മൾ ഇവിടെ കണ്ട ഇടപാടിൽ യാക്കോബിനെ ഒരു രാത്രിയിലേക്കാണ് ലേയുടെ അടുക്കിലേക്ക് റാഹേൽ വിടുവാൻ സംബന്ധിച്ചതെന്ന് നമ്മൾ കണ്ടു. So then how could Leah get pregnant again? എന്നാൽ ഇവിടെ രണ്ടാമത് പിന്നെയും ലേയ ഗർഭിണിയായിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? It's because after Issachar was born, Rachel finally just gives up. നമുക്കറിയാം, ഇവിടെ ഇസഖാറും ഉണ്ടായി കഴിഞ്ഞപ്പോൾ റാഹേലിൻ്റെ ചിന്താഗതിയിൽ അവളുടെ മനോഭാവത്തിൽ വളരെയധികം വ്യത്യാസം വന്നു. അവൾ അവിടെ പരാജയം സമ്മതിച്ചു, അല്ലെങ്കിൽ താൻ അതിന് കീഴ്പ്പെട്ടതായിട്ട് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. She's tried so many things, blaming her husband, using Bilhah, using mandrakes. Nothing is working, and finally she. റാഹേൽ തനിക്കൊരു മകനെ ഉണ്ടാകുവാനായിട്ട്, മക്കളെ ഉണ്ടാകുവാനായിട്ട് ലേയുടെ അടുക്കലേക്ക് ഭർത്താവിനെ വിടാതെ അവിടെ പിടിച്ചു വെച്ചു. തൻ്റെ ദാസിയായിരിക്കുന്ന ബിൽഹയെ കൊടുത്തു. അതുപോലെ തന്നെ ഈ ദൂതായപ്പഴം കഴിച്ച് തനിക്ക് മക്കൾ ഉണ്ടാകുവാനായിട്ട് സഹായകരമാകുമെന്ന് കരുതി. എന്നാൽ ഇതൊന്നും പ്രവർത്തിക്കാതെ വന്നപ്പോൾ ആ കാര്യങ്ങളെല്ലാം വ്യർത്ഥമായി പോയി എന്ന് മനസ്സിലാക്കിയ റാഹേൽ അവിടെ പരാജയം സമ്മതിക്കുന്നതായിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. I believe it's at this point that she gives up and she stops being envious of her sister. She is now broken. പ്രിയമുള്ളവരെ, ഇപ്പോൾ നമ്മൾ റാഹേലിനെ നോക്കുകയാണെങ്കിൽ റാഹേലാണ് തകർന്നിരിക്കുന്നത്. അവളാണ് പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നത്. അവളുടെ പരാജയം സംബന്ധിച്ച് തൻ്റെ പരിപാടികളെല്ലാം അവിടെ She surrenders at this point. She says, I give up. അവിടെ അവൾ പൂർണ്ണമായിട്ട് കീഴടങ്ങി ഞാൻ എൻ്റെ പരിപാടികൾ മതിയാക്കിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെത്താൻ അവിടെ വിധേയപ്പെടുത്തുന്നതായിരിക്കുന്ന ഒരു കാഴ്ച നമ്മളവിടെ കാണുന്നു. You can sleep with Jacob as much as you want. നിനക്ക് ഇനിയും എത്ര നാൾ വേണമെങ്കിലും നിന്റെ ഭർത്താവിനെ നിന്റെ കൂടെ നിർത്താം, എനിക്ക് പ്രശ്നമില്ല എന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് റാഹേൽ എത്തുന്നു. Now she is wallowing in her shame.
നമുക്കറിയാം റാഹേല് തനിക്കുണ്ടായതായിരിക്കുന്ന അപമാനത്തിൽ, ദുഃഖത്തിൽ, വ്യസനത്തിൽ ആ രീതിയിൽ മുഴുകി താൻ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. So the real cure for envy is to stop playing the game. പ്രിയമുള്ളവരെ, നമുക്ക് അസൂയ നമ്മളെ ഭരിക്കുമ്പോൾ, അത് നമ്മളെ കീഴ്പ്പെടുത്തുമ്പോൾ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധ്യതയുള്ളൊരു കാര്യം നമ്മൾ താന്നിരിക്കുക, വിനയപ്പെടുക, അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ്. Stop trying to compete. നമുക്ക് മത്സരം ഉപേക്ഷിച്ച് വിനയപ്പെട്ട് താഴ്മയോടുകൂടി ഇരിക്കുക. And that's what Rachel did. അവിടെ റാഹേലിനെ നോക്കുമ്പോൾ അവൾ അതാണ് ചെയ്തത്. And for the next 3 years, she surrendered and renounced her manipulative ways. And instead she submitted herself to God. God, you are the only one who opens and closes the womb. ഏതാണ്ട് അടുത്തൊരു 3 വർഷത്തേക്ക് റാഹേല് തൻ്റെ പദ്ധതികളെല്ലാം മാറ്റിവെച്ച്, തൻ്റെ പരിപാടികളെല്ലാം ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ട് ദൈവത്തിൽ ആശ്രയിച്ച് കീഴടങ്ങി ആ രീതിയിൽ മുന്നോട്ട് ജീവിതം നയിച്ചായിരിക്കുന്ന ഒരു റാഹേലിനെ ഈ ഒരു സമയത്ത് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. The next year, Leah gets pregnant again. അതിനുശേഷം അടുത്ത വർഷം നമ്മൾ കാണുന്നത് ലേയ വീണ്ടും ഗർഭം ധരിച്ചു എന്നുള്ളതാണ്. She has her 7th child, a daughter, and she calls her Dina. ഇവിടെ 7ാമത് തനിക്കൊരു മകള് ഉണ്ടായതായിട്ട് നമ്മൾ വായിക്കുന്നു. ദീന എന്നാണ് ആ മകൾക്ക് താൻ പേരിട്ടത്. And Dina means vindicated or I won. ഇവിടെ ദീന എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമ്മൾ വായിക്കുന്നത് ഞാൻ ജയിച്ചു അല്ലെങ്കിൽ ഞാൻ വിജയിച്ചു എന്നുള്ളതായിരിക്കുന്ന ഒരർത്ഥമാണ് ആ വാക്കിനുള്ളത്. So now, when Dina is born, Leah is on top and Rachel is at the bottom. നമുക്കറിയാം ദീനയും കൂടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഈ സഹോദരിമാരോടുള്ള ബന്ധത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലേയ ഏറ്റവും ഉന്നതമായിരിക്കുന്ന അവസ്ഥയിൽ വളരെ മാനത്തോടു കൂടിയിരിക്കുന്ന കാര്യം, അവൾ 7 മക്കളുടെ അമ്മയാണ്. അതിൽ 4 ആൺമക്കളെ അവൾ പ്രസവിച്ചിരിക്കുന്നു. അവളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ 7 മക്കളുണ്ട്. It says at that point, verse 22, it says, then God remembered Rachel. പ്രിയമുള്ളവരെ, ആ ഒരു സാഹചര്യത്തിൽ 22ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മളവിടെ വായിക്കുന്നത് എന്താണ്? ദൈവം റാഹേലിനെ ഓർത്തു. Then he listened to her, he opened her womb. ദൈവം അവളെ ഓർത്തു, ദൈവം അവളുടെ അപേക്ഷ കേട്ടു, അവളുടെ ഗർഭത്തെ തുറന്നു. You see what happens when God remembers, when she's at the bottom and when Leah's at top. നമുക്കറിയാം അവൾ ഏറ്റവും പരിതാപകരമായിരിക്കുന്ന, ഏറ്റവും അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ശോധനീയമായിരിക്കുന്ന അവസ്ഥയിൽ അവൾ കിടക്കുമ്പോൾ, അല്ലെങ്കിൽ അവളെ തന്നെ വിനയപ്പെടുത്തിയപ്പോൾ, അവൾ ദൈവത്തിന് വിധേയപ്പെട്ടപ്പോൾ ദൈവം അവളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയ. Leah is saying, I win, and Rachel is saying, yeah, you win. അപ്പോൾ ലേയ എന്താണ് ഇവിടെ പറഞ്ഞത്? ഞാൻ ജയിച്ചു. അവൾക്കുണ്ടായതായിരിക്കുന്ന അവസാനത്തെ മകളോടുള്ള ബന്ധത്തിൽ ദീന എന്ന് പേരിട്ട് ഞാൻ ജയിച്ചു എന്ന് പറഞ്ഞ് അവൾ പ്രഖ്യാപിച്ചപ്പോൾ റാഹേലും അത് ഏറ്റു പറയുകയാണ്, അതെ, നീ ജയിച്ചിരിക്കുന്നു. And that's when God remembers Rachel. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു ഏറ്റുപറച്ചിലിൻ്റെ ആ ഒരു വാക്കുകൾ അവളുടെ നാവിൽ നിന്നും അവളുടെ ഹൃദയത്തിൽ നിന്നും വന്നപ്പോൾ ദൈവം അവിടെ പ്രവർത്തിക്കുന്നു, അവളെ ഓർക്കുന്നു, അവളുടെ ഗർഭത്തെ തുറക്കുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. Because God is drawn to people who surrender like this. പ്രിയമുള്ളവരെ, വലിയവനായിരിക്കുന്ന ദൈവം അപ്രകാരം തങ്ങളെ തന്നെ വിനയപ്പെടുത്തുന്ന, തങ്ങളെ തന്നെ വിധേയപ്പെടുത്തുന്ന, തങ്ങളെ തന്നെ താഴ്ത്തുന്ന ആളുകളുടെ ജീവിതങ്ങൾ പ്രവർത്തിക്കുവാൻ താല്പര്യമുള്ള വ്യക്തിയാണ്. And so the story begins with God seeing Leah and giving her sons, and it ends with God remembering Rachel and giving her a son. ഇവിടെ നമ്മൾ ഈ കഥ തുടങ്ങുമ്പോൾ ഒരുപക്ഷെ ലേയ അനിഷ്ട എന്ന് കണ്ട് അവളോട് കരുണ കാണിച്ച് ദൈവം അവളുടെ ഗർഭത്തെ തുറന്ന് അവൾക്ക് മക്കളെ നൽകുന്നതായിരിക്കുന്ന കാര്യം നമ്മൾ കാണുമ്പോൾ, ഈ കഥയുടെ അവസാനത്തിലേക്ക് വരുമ്പോൾ വീണ്ടും റാഹേല് അവളുടെ പരിതാപകരമായിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിന് തന്നെ വിധേയപ്പെടുത്തിയപ്പോൾ അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്ന് അവളെ ഓർത്തതായിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ പ്രവർത്തനത്തും കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ കഥ അവസാനിപ്പിക്കുന്നത്. So she names him Joseph, which means one more. ഇവിടെ നമ്മൾ കാണുന്നു റാഹേലിനുണ്ടായതായിരിക്കുന്ന ആദ്യത്തെ മകൻ തന്നെ അവള് യോസെഫ് എന്ന് പേരിട്ടു. ആ വാക്കിൻ്റെ അർത്ഥം ഇനിയും ഒന്നുകൂടി ദൈവം എനിക്ക് തരും. So Joseph means, may Yahweh please give me one more. ഇവിടെ ആ വാക്കിൻ്റെ അർത്ഥം, യോസെഫ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദൈവമേ എനിക്ക് ഒരു മകനെ കൂടി തരണമേ എന്നുള്ള അവളുടെ അപേക്ഷയാണ് അവിടെ നമ്മൾ കാണുന്നത്. What I believe the Spirit of God is trying to teach us through this passage is that God's blessings will flow to us, but only when we come to Him in a posture of brokenness and surrender. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഏത് സമയത്തും അനുഗ്രഹിക്കുവാൻ മനസ്സുള്ളവനാണ്. അവൻ ആ രീതിയിൽ താല്പര്യപ്പെടുന്നവനാണ്. എന്നാൽ അതിനു വേണ്ടിയിട്ട് നമ്മളെ തന്നെ ഒരുക്കി വിനയപ്പെട്ട് ഏറ്റവും ശോചനീയമായിരിക്കുന്ന പരിതാപകരമായ അവസ്ഥയിൽ ദൈവമേ ഞാനതിന് യോഗ്യനല്ല, എനിക്ക് നിൻ്റെ നന്മ അനുഭവിക്കുവാനായിട്ട് യാതൊരു രീതിയിലും അർഹതയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് വന്ന് വിനയപ്പെടുകയും താഴ്ത്തുകയും ചെയ്യുമ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നതും നമ്മളെ അനുഗ്രഹിക്കുന്നതും.
God will fulfill his covenant blessings because he's faithful. He's a faithful God. This text is teaching us about the timing of those blessings. നമുക്കറിയാം ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ പൂർണ്ണമായിട്ട് നിവർത്തിക്കുവാൻ താല്പര്യമുള്ളവനാണ്. അവനത് നിവർത്തിക്കുക തന്നെ ചെയ്യും. എന്നാൽ ഒരിക്കലും ദൈവം തൻ്റെ വാഗ്ദത്തങ്ങൾ പൂർത്തീകരിക്കുന്നതോ അതിൽ പ്രവർത്തിക്കുന്നതോ നമ്മളുടെ സമയത്തല്ല, ദൈവത്തിൻ്റെതായിരിക്കുന്ന സമയത്താണ്. Yeah, that's what this text is teaching. It flows to us when we come to him in a posture of brokenness and surrender. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഒഴുകുന്നത്, അത് പകരപ്പെടുന്നത് നമ്മൾ ഏറ്റവും വിനയപ്പെട്ട് ആ അനുഗ്രഹം നമ്മളിലേക്ക് പകരപ്പെടുവാനായിട്ട് നമ്മൾ ഏറ്റവും ഒരുങ്ങിയതായിരിക്കുന്ന താഴ്ന്നതായിരിക്കുന്ന അവസ്ഥയിലേക്ക് ഇറങ്ങിയിരിക്കുമ്പോഴാണ്. And we see God blesses these two women in remarkable ways. നമുക്കറിയാം ഈ രണ്ട് സഹോദരിമാരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവം അവരെ വളരെയധികം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന രീതിയിൽ അവരെ മാനിച്ചു, അവരുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. First, let's look at the blessing to Rachel. നമുക്കറിയാം റാഹേലിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവൾക്കുണ്ടായതായിരിക്കുന്ന അനുഗ്രഹങ്ങൾ എപ്രകാരമാണ്. So God will make the son of Rachel, Joseph, in a sense, the savior of the world. നമുക്കറിയാം റാഹേലിനുണ്ടായതായിരിക്കുന്ന മകനായിരിക്കുന്ന യോസേഫിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവനിൽ കൂടി മാനവജാതിക്ക് മുഴുവനും ഒരു വലിയ രക്ഷ ദൈവം ഒരുക്കുവാനായിട്ട് കാരണമായി തീർന്ന ഒരു മകനായിരുന്നു ജോസഫ്. He will be unjustly treated by his brothers, but God will elevate him to become the prime minister of Egypt. നമുക്കറിയാം കാരണം കൂടാതെ തൻ്റെ സഹോദരന്മാരാൽ പകയ്ക്കപ്പെട്ട് ദുഷിക്കപ്പെട്ട് തള്ളിക്കളയപ്പെട്ടവനായിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യോസഫ്. എന്നാൽ ദൈവം അവനെ ആ മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രി വരെയായിട്ട് ഉയർത്തി ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമാക്കി തീർന്നു. God will give him incredible wisdom. So not only will his family be saved from starvation, but all the nations of the earth who come to him for food will be saved. അന്ന് ആ ഭൂതലത്തിൽ ഉണ്ടായതായിരിക്കുന്ന മഹാക്ഷാമത്തിൽ തൻ്റെ ഭവനം മാത്രം നശിച്ചു പോകുവാനായിട്ടല്ല അവർ ജീവനോടെ ഇരുന്ന് രക്ഷ പ്രാപിച്ചതിനൊപ്പം ഈ ലോകത്തിലെ മറ്റ് ജാതികളെല്ലാം തന്നെ രക്ഷ പ്രാപിക്കുവാനായിട്ട് അവർക്കൊരു അനുഗ്രഹമായിട്ട് യോസെഫിനെ ദൈവം അവിടെ നിർത്തി എന്ന് നമ്മൾ കാണുവാനായിട്ട് സാധിക്കും. But God gives the even greater blessings to the son of Leah. എന്നാൽ നമുക്കറിയാം ലേയുടെ മക്കളോട് ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഇതിലും അനവധിയായിരിക്കുന്ന ഉത്കൃഷ്ടമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ തൻ്റെ മക്കളിൽ കൂടി ദൈവം മാനവരാശിക്ക് സമൂഹത്തിന് നൽകിയതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. Genesis 49 says that it is through Leah's son Judah that the king, the Messiah, will come. ഇവിടെ ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ലേയുടെ മകനായിരിക്കുന്ന യഹൂദയിൽ കൂടിയാണ് വാഗ്ദത്തം ചെയ്തതായിരിക്കുന്ന മശിഹ അല്ലെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട പ്രഭുവായിരിക്കുന്ന മശിഹായുടെ ആ വംശപാരമ്പര്യം മുന്നോട്ട് വരുന്നതായിട്ട് നമ്മൾ കാണുന്നത്. God has come to the girl nobody wanted, the unloved one, the unwanted one, and made her the mother of Jesus. നമുക്കറിയാം ദൈവത്തിൻ്റെ പ്രഭുവായിരിക്കുന്ന യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാനായിട്ട് ദൈവം തിരഞ്ഞെടുത്തത് ആർക്കും വേണ്ടാതെ എല്ലാവരാലും ത്യജിക്കപ്പെട്ട എല്ലാവർക്കും മനുഷ്യയായി കിടന്നിരുന്ന ആ ലേയ എന്ന ആ പെൺകുട്ടിയിൽ കൂടിയാണ്. He would come to this earth to save his people from eternal death by living a sinless life and dying on the cross for our sins. നമുക്കറിയാം ലോകത്തിൻ്റെ രക്ഷിതാവായി പാപരഹിതമായിരിക്കുന്ന ഒരു ജീവിതം ജീവിച്ച് മാനവരാശിക്ക് വേണ്ടിയിട്ട് അവരുടെ സകല പാപത്തെയും ചുമന്നുകൊണ്ട് കാൽവറിയിലെ ക്രൂസിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് നമ്മളുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഇന്ന് നമ്മുടെ രക്ഷിതാവായി തീർന്നിരിക്കുന്ന യേശു കർത്താവ് ലേയിൽ കൂടിയാണ് ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. And all who come to him will be saved from hell and will live with God forever. This is the greater blessing. നമുക്കറിയാം ഇന്ന് അവനിൽ വിശ്വസിക്കുന്ന അവനിൽ ശരണപ്പെടുന്ന ഏതൊരു മനുഷ്യനും തൻ്റെ പാപത്തിൻ്റെ പരിഹാരം പൂർണ്ണമായി വരുത്തിക്കൊണ്ട് നിത്യമായിരിക്കുന്ന സ്വർഗത്തിലേക്ക് നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വലിയ അനുഗ്രഹം യേശു ക്രിസ്തുവിൽ കൂടെ ദൈവം ലോകത്തിന് നൽകിയിരിക്കുകയാണ്. But you see how God's blessings will flow, but it comes after we go to him in a posture of brokenness. എന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ഒഴുകണമെങ്കിൽ നമ്മൾ വിധേയപ്പെടേണ്ട ആവശ്യമുണ്ട്. നമ്മൾ ഏറ്റവും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തേണ്ടതായിരിക്കുന്ന ഒരു ആവശ്യമുണ്ട്. But why does God use brokenness? Why does God use surrender? എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു തകർച്ചയുടേതായിരിക്കുന്ന അല്ലെങ്കിൽ വിനയത്തിൻ്റെതായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തന്നെ വിധേയപ്പെടുന്നതായിരിക്കുന്ന ഒരു അനുഭവം ദൈവത്തിന് ആവശ്യമായിരിക്കുന്നത്? Because that's his nature. He loves broken people. പ്രിയമുള്ളവരെ, ദൈവത്തിന് അങ്ങനെയുള്ളവരുടെ ജീവിതങ്ങൾ പ്രവർത്തിക്കുവാൻ താല്പര്യപ്പെടുന്നതായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. God is saying, if no one else will be the husband of Leah, I will be the ഇവിടെ spouse of ലേയെ Leah. ആർക്കും ഇഷ്ടമില്ല, ആരും അവളെ വിവാഹം കഴിക്കുവാൻ അവളുടെ ഭർത്താവാകുവാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ ഞാൻ അവൾക്ക് ഭർത്താവായിട്ടുണ്ട്, ഞാൻ അവൾക്ക് രക്ഷകനായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് വലിയവനായിരിക്കും ദൈവം അവിടെ പ്രസ്താവിക്കുന്നത്.
If no one will remember Rachel and the curse of her barrenness, I will remember her. പ്രിയമുള്ളവരെ, റാഹേലിനെ ആരും ഓർക്കുന്നില്ല, അവളെ എല്ലാവരും മറന്നു കളഞ്ഞുവെങ്കിൽ ഞാൻ അവളെ പരിഗണിക്കും, തക്ക സമയത്ത് അവളെ ഉയർത്തും എന്നുള്ള പ്രസ്താവനയാണ് ദൈവം അവിടെ നൽകുന്നത്. Another reason why God chooses brokenness and surrender is because that is the gospel, the nature of the gospel. പ്രിയമുള്ളവരെ, നമ്മൾ സുവിശേഷത്തിൽ കാണുന്നതായിരിക്കുന്ന മഹത്തായിരിക്കുന്ന സത്യവും അതാണ്. ദൈവം താഴ്മയുള്ളവരെ പരിഗണിക്കുന്നു, തന്നെത്താൻ വിനയപ്പെടുത്തുന്നവരെ പരിഗണിക്കുന്നു എന്നുള്ളതല്ലേ സുവിശേഷത്തിൻ്റെ മനോഹരത്വവും അതിൻ്റെ മഹത്വവും. When Jesus came to this earth, he lived a life of brokenness. നമുക്കറിയാം, യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഇപ്രകാരമുള്ള ഒരു ജീവിതമാണ് താൻ നയിച്ചത്. വളരെ എളിമയോടുകൂടി, വിനയത്തോടുകൂടി, അല്ലെങ്കിൽ താഴ്മയുടേതായിരിക്കുന്ന ഒരു അനുഭവത്തിൽ കൂടിയാണ് താൻ തൻ്റെ ജീവിതം നയിച്ച് മുന്നോട്ട് പോയത്. He's called the man of sorrows. നമുക്കറിയാം, ദുഃഖങ്ങളുടെ സ്നേഹിതൻ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു പദമാണ് തന്നെ കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്നത്. He was born in a manger. He had no beauty that we should desire him. നമുക്കറിയാം, അവന് ജനിച്ചത് തന്നെ ഒരു പുൽത്തൊട്ടിയിലാണ്. അതുപോലെ തന്നെ അവന് കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല എന്ന് നമ്മൾ അവനെ കുറിച്ച് വായിക്കുന്നുണ്ട്. Even on the cross, he cried out in his brokenness, my God, why have you forsaken me?" ആ കാൽവറിയിലെ ക്രൂസിൽ കിടന്നുകൊണ്ട് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്തെന്ന് കരഞ്ഞ് ഉറക്കെ നിലവിളിക്കുന്നതായിരിക്കുന്ന യേശുക്രിസ്തുവിനെ നമ്മൾ കാണുന്നുണ്ട്. How do we even become a Christian? You become a Christian when you come before God in your brokenness and you say, "Oh God, have mercy on me, a sinner." ദൈവമേ എന്നോട് കരുണയുണ്ടാകണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അരിഷ്ടതയോടുകൂടി, ഏറ്റവും ബലഹീനതയോടുകൂടി നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിധേയപ്പെടുത്തി വരുമ്പോഴാണ് നമ്മളൊരു ക്രിസ്ത്യാനിയായി തീരുന്നത്. വലിയവനായിരിക്കും ദൈവത്തിൻ്റെ രക്ഷ നമ്മളിലേക്ക് ഒഴുകുന്നത്. The moment you do that, you come to God in that posture, God immediately sends the new covenant blessing of eternal life. എപ്പോഴാണ് നമ്മൾ അപ്രകാരം വിധേയപ്പെടുന്നത്, നമ്മൾക്ക് രക്ഷ ആവശ്യമാണ് എന്നുള്ള മനഃപൂർവ്വമായിരിക്കുന്ന ഒരു ഏറ്റുപറച്ചിൽ നമ്മൾ നടത്തുന്നത്, ആ സമയം വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ നിത്യരക്ഷ എന്ന അനുഗ്രഹം നമ്മളിലേക്ക് ഒഴുകുകയും നമ്മുടെ ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യുകയുമാണ് ചെയ്യുന്നത്. We don't live in the old covenant, we live in the new covenant, and so now even as Christians we are broken about many things. നമുക്കറിയാം, ഇന്ന് നമ്മൾ പഴയ ഉടമ്പടിയുടെ ഭാഗമല്ല, പുതിയ ഉടമ്പടിയുടെ ഭാഗമാണ്. എന്നാൽ നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾക്കും വളരെയധികം വിനയപ്പെടുത്തേണ്ടതായിരിക്കുന്ന ആവശ്യമുണ്ട്, വിധേയപ്പെടേണ്ട ആവശ്യമുണ്ട്. But when we, according to the Beatitudes, blessed are those who mourn, God is talking about brokenness over your sin. ഇപ്പോൾ കരയുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സമാധാനം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ദൈവം പറയുന്നത് ആ രീതിയിലുള്ള ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ എത്തണം എന്നുള്ള കാര്യമാണ്. Even as a Christian, when you're broken about your sin, God will comfort you. Blessed are you because the Holy Spirit, the Comforter, will come and comfort you. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ പാപത്തെ ഓർത്ത് കരയുകയും അനുദപിക്കുകയും വിലപിക്കുകയും ചെയ്യുമ്പോൾ വലിയവനായിരിക്കുന്ന ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. So if you want God to change your heart so that you can overcome sin, which is the new covenant promise, പ്രിയമുള്ളവരെ, നമ്മൾ പാപത്തെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ നിയമത്തിൽ അധിഷ്ഠിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ, or if you want to know God more deeply, which is also a new covenant promise, നമുക്ക് ദൈവത്തെ കൂടുതലായിട്ട് അറിയുവാനുള്ള ആഗ്രഹം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുകയാണെങ്കിൽ, this is God's promise to you. Please come to God broken over your sin and surrender to Him, and He will give you the blessings of forgiveness and intimacy with God. പ്രിയമുള്ളവരെ, ദൈവം നമ്മളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരിക, നിങ്ങളെ തന്നെ താഴ്ത്തുക, വിനയപ്പെടുത്തുക, നിങ്ങളുടെ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുക, നിങ്ങളുടെ പാപത്തെ ഓർത്ത് കരയുന്നവരായി തീരുക, അപ്പോൾ എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് തരും. Kintsugi is the Japanese art of taking broken bowls and cups and joining them together with gold. കിൻസുഗി എന്ന് പറയുന്നതായിരിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ, ജപ്പാനിലുള്ള ആളുകൾ ഏതെങ്കിലും ഒരു ചെറിയ ബൗളോ കപ്പോ ഒക്കെ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനെ സ്വർണ്ണമുരുക്കി അതിനെ കൂട്ടി യോജിപ്പിക്കുന്നതായിരിക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് ഇവർ കിൻസുഗി എന്ന് പറയുന്നത്. It's a time-consuming process. It takes several months to restore a bowl in a kintsugi form. നമുക്കറിയാം, ഒരു ബൗൾ അത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കപ്പ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ അതിനെ അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് വീണ്ടും ഉപയോഗിക്കുന്ന ലെവലിലേക്ക് ആക്കണമെങ്കിൽ അത് വളരെയധികം സമയമെടുത്ത് ചെയ്യേണ്ടതായിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. And each bowl is customized because each break is unique. നമുക്കറിയാം, ഒരേ തരത്തിലുള്ള ബോളുകൾ പൊട്ടിപ്പോയാൽ അതിനെ വീണ്ടും ഒരുക്കി യോജിപ്പിച്ച് ചെയ്യുമ്പോൾ ഒരിക്കലും അത് ഒരുപോലെ ആയിരിക്കില്ല. കാര്യം ഓരോ പൊട്ടലും വ്യത്യസ്തമാണ്, അതിൻ്റെ പീസുകൾ വ്യത്യസ്തമാണ്. അതിനെ യോജിപ്പിച്ച് കഴിയുമ്പോൾ അതെല്ലാം ഓരോ പീസുകൾ വ്യത്യസ്തതയുള്ളതായിരിക്കുന്ന പീസുകളായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. And the final product is very expensive. അങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കുന്ന ഈ ഒരു ആർട്ട് മൂലം അവർ ഉണ്ടാക്കിയെടുക്കുന്ന ഈ പാത്രങ്ങൾ അത് വളരെയധികം വിലയേറിയതായിരിക്കുന്ന പാത്രങ്ങളാണ്.
Maybe the unbroken bowl might cost only a few hundred rupees, but the completed kintsugi bowl will cost several lakhs. ഒരു പക്ഷേ പൊട്ടാത്തതായിരിക്കുന്ന ഒരു പുതിയ പാത്രം നമ്മൾ മേടിക്കാൻ പോയാൽ അതിനത്രയും വില ഉണ്ടാകില്ല. എന്നാൽ ഈ പൊട്ടിയ പാത്രങ്ങൾ അത് ഈ സ്വർണ്ണമുരുക്കി അതിനെ യോജിപ്പിച്ച് പഴയ പോലെ ആക്കി അവിടെ കൊണ്ടുവെക്കുമ്പോൾ അതിന് വളരെയധികം മടങ്ങ് മൂല്യമുള്ളതായി തീരുന്നു, വിലയുള്ളതായി തീരുന്നു. God does kintsugi on us. പ്രിയമുള്ളവർ, നമ്മുടെ ജീവിതങ്ങളിൽ വലിയവനായിരിക്കുന്ന ദൈവം ചെയ്യുന്നതും ഈ കിൻസുകിയാണ്. God has a heart to fix broken people rather than to discard them. തകർന്ന് നുറുങ്ങിയതായിരിക്കുന്ന നമ്മളുടെ ജീവിതങ്ങളെ പണിയുവാനായിട്ട് മനസ്സുള്ളതായിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം. അവൻ നമ്മളെ ആ രീതിയിൽ ഉപേക്ഷിച്ച് തള്ളിക്കളഞ്ഞ് മാറ്റിക്കളയുന്നവനായിരിക്കുന്ന ഒരു ദൈവമല്ല. He has a personal care for each broken person with their unique individual personality. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഓരോ വ്യക്തിയെയും വീണ്ടും പണിയുവാൻ, അവരെ കൂട്ടി യോജിപ്പിക്കുവാനായിട്ട് ആ വ്യക്തിപരമായിരിക്കുന്ന ശ്രദ്ധ കൊടുത്ത്, ഇൻഡിവിജ്വലായിട്ടുള്ള ശ്രദ്ധ അവർക്ക് കൊടുത്ത് ആ രീതിയിൽ അവരെ പുതുക്കി ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കുവാനായിട്ട് ദൈവം ശ്രമിക്കുന്നു. And when he restores us, he uses the gold of the gospel and binds us together. ആ രീതിയിൽ നമ്മളെ വീണ്ടും കൂട്ടിച്ചേർക്കുവാൻ, നമ്മുടെ ജീവിതങ്ങളെ വീണ്ടും പണിയുവാനായിട്ട് അവൻ ഉപയോഗിക്കുന്ന സുവിശേഷം എന്നതായിരിക്കുന്ന ആ പൊന്നാണ്. And he does this for his own glory, so that when you see a person, you say, wow, God did that with this person? അപ്രകാരമുള്ള ഒരു വ്യക്തിത്വത്തെ വീണ്ടും ദൈവം പണിത് ആ രീതിയിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുന്നതായിരിക്കുന്ന ഒരു വ്യക്തിത്വത്തെ കാണുമ്പോൾ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ വരുന്ന ചിന്ത ഇതാണ്: ഓ, ഈ വ്യക്തിയോടുള്ള ബന്ധത്തിലും വലിയവനായിരിക്കുന്ന ദൈവം ഇപ്രകാരം പ്രവർത്തിച്ചുവോ, ഇപ്പോൾ അവൻ്റെ ജീവിതം എത്ര വ്യത്യാസപ്പെട്ടിരിക്കുന്നു. God loves broken people. പ്രിയമുള്ളവരെ, തകർന്നു നുറുങ്ങിയിരിക്കുന്ന വ്യക്തികളെ, ഹൃദയങ്ങളെ ദൈവം ആ രീതിയിൽ ആഗ്രഹിക്കുകയും അവരോട് ആ രീതിയിൽ ഇടപെടുകയും ചെയ്യും. Psalm 51 says, God will not despise a broken spirit. നമുക്കറിയാം, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല എന്ന് നമ്മൾ 51-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു. So my dear brothers and sisters, I want to ask you, are you broken right now over some sin in your life? പ്രിയമുള്ളവരെ, ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കുവാനുള്ളത്, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ പ്രകാരമായിരിക്കും, നിങ്ങളുടെ പാപങ്ങളോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾ തകർന്നു നുറുങ്ങിയുള്ള ഒരു ഹൃദയത്തിലാണോ, ആ ഒരു അവസ്ഥയിലാണോ നിങ്ങൾ ഇന്നായിരിക്കുന്നത്? Or maybe are you broken because you're suffering for doing the right thing? അല്ലെങ്കിൽ എന്തെങ്കിലും ശരിയായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തതിനോടുള്ള ബന്ധത്തിൽ അതിന് പ്രതികാരമായിട്ടുള്ള രീതിയിൽ നിങ്ങളോട് ഇടപെട്ട് നിങ്ങൾ തകർന്നു നുറുങ്ങിയുമായിട്ടാണോ ഇന്നിരിക്കുന്നത്? Or have you just given up because in your life because nothing seems to be working, all your plans seem to fail? അതോ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും ശരിയായിട്ട് മുന്നോട്ട് പോകുന്നില്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ള നിലയിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആശകളും എല്ലാം അസ്തമിച്ച് ഒരു തീർത്തും ദുഃഖകരമായിരിക്കുന്ന അവസ്ഥയിലാണോ നിങ്ങൾ ഇന്നായിരിക്കുന്നത്? I will encourage you, please go to Jesus. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരുവാൻ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. Because God's blessings will flow to us when we come to him in a posture of brokenness. എന്തുകൊണ്ടെന്നാൽ വലിയവനായിരിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം തകർന്നു നുറുങ്ങിയിരിക്കുന്ന വിനയപ്പെടുന്നതായിരിക്കുന്ന ആളുകളിലേക്ക് ഒഴുകിയിറങ്ങുന്നു. So go to him. Let's pray. നമുക്ക് പ്രാർത്ഥിക്കാം. Heavenly Father, I thank you for your word. We thank you because you are a God who loves the broken and you love to bless your people through our brokenness and surrender. We thank you for your Son Jesus Christ, through whom all blessings flow. We ask this in Jesus' name. Amen. Thank you.